السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, വിധികർത്താക്കൾ, അതുപോലെ എൻ്റെ മുന്നിൽ സന്നിധരായ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങളെ, ആധുനിക സാമ്പത്തിക ഇടപാടുകളുടെ കർമ്മശാസ്ത്ര വായനകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ മഹത്തായ വേദിയിൽ ഒരല്പം മാത്രം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും. അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. നമുക്കറിയാം, ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് ഇടപാടുകൾ, ഒരുപാട് ബിസിനസ്സുകൾ ഇന്ന് നമ്മുടെ മുമ്പിലേക്ക് തുറന്നു വരുമ്പോൾ അതിലേതൊക്കെയാണ് നാം സ്വീകരിക്കേണ്ടത്, ഏതൊക്കെയാണ് ശറഅ് നമുക്ക് നിരോധിച്ചിട്ടുള്ളത് എന്നതിലൊക്കെ പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന് വ്യക്തമായ നിലപാടുണ്ട്. ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കേവലം നിസ്കാരത്തിലും നോമ്പിലും സക്കാത്തിലും മാത്രം സൂക്ഷ്മത പാലിച്ചാൽ പോരാ. മറിച്ച് അവൻ്റെ ജീവിതത്തിൻ്റെ ഉപജീവന മാർഗമായ ഇടപാടുകൾ, ആ ഇടപാടുകളിൽ അവൻ ഇടപെടുമ്പോൾ അവൻ ഏത് രൂപത്തിലുള്ള ഇടപാടുകളിലാണ് അവൻ നേരിടുന്നത് എന്ന വിഷയത്തെക്കുറിച്ചും വളരെ വ്യക്തമായ നിലക്ക് പഠിക്കലും അത് നമുക്ക് നിർബന്ധമാണ്. ആധുനിക ഇടപാടുകളെക്കുറിച്ച് ഇവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഈ ചുരുങ്ങിയ സമയത്ത് പറഞ്ഞവസാനിപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഈ ചുരുങ്ങിയ വേളയിൽ നമ്മളെപ്പോലത്തെ സാധാരണ വ്യക്തികൾ കൂടുതലായും ഇടപെടുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കും ഇൻഷാ അല്ലാഹ്. നമുക്കറിയാം, പുതിയ കാലഘട്ടത്തിൽ ഒട്ടേറെ സംവിധാനങ്ങളും സൗകര്യങ്ങളും കൂടി വരുന്ന ഈ ഒരു രംഗത്ത് ഓൺലൈൻ ബിസിനസ്സുകൾ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇന്ന് ടൗണുകളിലുള്ള ഷോപ്പുകൾ നോക്കിയാൽ ഈ ഓൺലൈൻ ബിസിനസ്സുകൾ അധികരിച്ചതോടുകൂടെ മറ്റുള്ള ഷോപ്പുകളിലുള്ളതായ കച്ചവടത്തിൻ്റെ ആ ഒരു നിരക്ക് വളരെ ചുരുങ്ങിയിരിക്കുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ ഗ്രാമങ്ങളിലുള്ള, കുഗ്രാമങ്ങളിലുള്ള വ്യക്തികൾ വരെ ഇന്ന് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ ഇന്ന് ഓൺലൈനിലൂടെ വീടുകളിലേക്ക് എത്തിക്കുമ്പോൾ ഇനി ഒരു കുറച്ചു കാലം കൂടി അങ്ങ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഓൺലൈൻ ബിസിനസ് അത് വല്ലാണ്ട് നമ്മുടെ നാട്ടിൽ വളർന്ന് പന്തലിക്കുമെന്നുള്ളത് നമുക്ക് ഉറപ്പുള്ളൊരു വിഷയമാണ്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നാം വളരെ വ്യക്തമായി പഠിക്കൽ നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ മുത്തഅല്ലിമീങ്ങളൊക്കെ ബൈഇൻ്റെ പാഠം ഓതുമ്പോൾ ഉസ്താദുമാരോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഉസ്താദെ, ഓൺലൈനിലൂടെ വസ്തുക്കൾ വാങ്ങാൻ പറ്റുമോ? അവിടെ മബീഇനെ കാണുന്നില്ലല്ലോ. മബീന റൊയ്യത്ത് നിർബന്ധമാണല്ലോ കച്ചവടത്തിൽ. അപ്പോൾ ഓൺലൈനിലൂടെ ഒരു വസ്തു വാങ്ങുമ്പോൾ അവിടെ റൊയ്യത്തില്ലല്ലോ, അപ്പോൾ അവിടെ ഇടപാട് സഹിയാകുമോ എന്ന നിലക്കുള്ള ചില ചോദ്യങ്ങൾ മുത്തഅല്ലിമീങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടൊന്നും ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. എങ്കിലും നമ്മൾ സാധാരണ നടത്തുന്ന ഇടപാടുകൾ, അത്തരം ഇടപാടുകൾ ഓൺലൈൻ വഴിയായി നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണ് നാം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് മനസ്സിലാക്കാം. ഓൺലൈൻ പരമായിട്ടുള്ള ഇടപാടുകൾ 2-3 രൂപത്തിലാണുള്ളത്. ഒന്നാമത്തേത്, നമ്മൾ ഇപ്പോൾ ഓൺലൈനിലൂടെ ഒരു വസ്തുവിനെ കാണുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ മീഷോ, അങ്ങനെ പല പല ആപ്പുകളുണ്ടല്ലോ ഇന്ന് ഓൺലൈനിലൂടെ സജീവമായിട്ടുള്ള. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ അതിലൂടെ ഞാൻ ഒരു നല്ല അടിപൊളി വാച്ച് കണ്ടു. അങ്ങനെ ആ വാച്ച് എനിക്ക് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനത് ഓർഡർ ചെയ്തു. എൻ്റെ വീട്ടിലേക്ക് അവരത് കൊണ്ടുവന്നു. ഞാൻ ഇഷ്ടപ്പെട്ടു, അത് വാങ്ങി. അതല്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ അതിനെ തിരിച്ചു കൊടുക്കാനും അവിടെ എന്തുണ്ട്, ഒരു ചോയ്സ് അവർ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതാണ് ഒന്നാമത്തെ രൂപം.
ഇത് നമുക്ക് വിശാലമായി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് സാധാരണ നടക്കുന്ന ഇടപാട് പോലെ തന്നെയാണ്. ഓൺലൈനിലൂടെ വസ്തു വന്നു എന്നല്ലാതെ ഇടപാട് സാധാരണ നടക്കുന്നത് പോലെ നമ്മുടെ മുമ്പിലേക്ക് വസ്തു എത്തിയിട്ടുണ്ട്, നമ്മൾ നോക്കി ഇഷ്ടപ്പെട്ടു, പണം അപ്പോൾ കൊടുക്കുന്നു, അങ്ങനെ വാങ്ങുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെയുണ്ട്. ഇതാണ് ഒന്നാമത്തെ രൂപം. ഇത് സ്വഹീഹാണ്, ഇതിലാർക്കും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ ഇടപാടാണ് ബൈഉൽ മുഅയ്യന. ഇത് നമ്മൾ നല്ലോണം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ബൈഉൽ മുഅയ്യന എന്ന് പറഞ്ഞാൽ ഒരു മുഅയ്യനായ ഒരു വസ്തു, ഒരു നിശ്ചയിക്കപ്പെട്ട ഒരു വസ്തു ഞാൻ എന്ത് ചെയ്തു, ഉദാഹരണം വെച്ച് മനസ്സിലാക്കി തരാം. ഒരു മുഅയ്യനായ ഒരു വസ്തുവിനെ ഞാൻ വിൽപ്പന നടത്താൻ വേണ്ടി ഓൺലൈനിൽ പ്രചരിപ്പിക്കുകയാണ്. മാത്രമല്ല അതിൻ്റെ ഔസാഫുകളും അതിൻ്റെ സിഫത്തുകൾ, അതിൻ്റെ വിശേഷണങ്ങളും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഓൺലൈനിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ട് ഒരു വ്യക്തി ഇഷ്ടപ്പെട്ട് വാങ്ങൽ, ഇതാണ് മുഅയ്യനായ ബൈ. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ വക്കൽ ഒരു കാറുണ്ട്, ആ കാറ് ഞാൻ വിൽപ്പനയ്ക്ക് വേണ്ടി വെക്കാണ്. അങ്ങനെ ആ മുഅയ്യനായ കാറാണല്ലോ, എൻ്റെ ഈ കാറാണ് ഞാൻ വിൽക്കാൻ പോകുന്നത്. ആ കാറ് വിൽക്കുമ്പോൾ അത് ഓൺലൈനിലൂടെ ഞാൻ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ആ കാറിൻ്റെ ഫോട്ടോ കണ്ട് ഒരു വ്യക്തി ഞാനുമായി കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ആ വ്യക്തി കാറിനെ കുറിച്ച് ഡീറ്റെയിൽസ് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് 2016 മോഡൽ വണ്ടിയാണ്, പുതിയ ഇൻഷുറൻസ് ഉണ്ട്, പുതിയ ടയറൊക്കെ ഉണ്ട്, പിന്നെ 600 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അങ്ങനെ അതിൻ്റെ ഒരുപാട് സിഫത്തുകൾ പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ വ്യക്തിക്ക് അത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആ വ്യക്തി എന്ത് പറഞ്ഞു, എനിക്ക് ഈ വണ്ടി വേണം. അപ്പോൾ ഒരു മുഅയ്യനായ വണ്ടിയാണ് ഇവിടെ ഈ വ്യക്തി വാങ്ങുന്നത്. ഇവിടെ നാം മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു മുഅയ്യനായ വണ്ടിയാണ് നാം ഓൺലൈനിലൂടെ ഇടപാട് നടത്തുന്നതെങ്കിൽ അവിടെ ഷാഫി മദ്ഹബിലെ മുഅ്തമദായ അഭിപ്രായമനുസരിച്ച് ആ മുഅയ്യനായ വസ്തുവിനെ കാണൽ അത് നിർബന്ധമാണ്. അപ്പോൾ ആ വണ്ടിയെ കാണാതെ ഔസാഫുകൾ ഒരുപാട് നമുക്കറിയാം, ഈ വണ്ടിയെക്കുറിച്ചുള്ള ഒരുപാട് സിഫത്തുകൾ എനിക്കറിയാം, അതൊന്നും കാര്യമില്ല. ആ വണ്ടിയെ നേരിട്ട് കാണൽ തന്നെ എന്താണ്, അത് നിർബന്ധമാണ് എന്നാണ് തൂഫയിൽ പറഞ്ഞിട്ടുള്ളത്. വൽ അദ്ഹറു അന്നഹു ലാ യസിഹു ബൈഉൽ ഗായിബി ബി അല്ലം യറഹു അഹദുൽ ആഖിദൈൻ വഇൻ കാന ഹാദിറൻ ഫീ മജാലിസിൽ ബൈഇ. തുഹഫയിൽ പറഞ്ഞതായിട്ട് കാണാം, ഈ മുഅയ്യനായ വസ്തു ഞാൻ വിൽക്കുമ്പോൾ ആ വിൽക്കപ്പെടുന്ന വസ്തു എൻ്റെ ഈ മജ്ലിസിൽ ഉണ്ടെങ്കിലും അവിടത്തിൽ എന്താണ്, ആ വസ്തുവിനെ കാണൽ അത് സ്വഹീഹാണ്, കാണൽ നിർബന്ധമാണ്. അങ്ങനെ കണ്ടില്ല എങ്കിൽ ആ ഇടപാട് സഹിയാവൂല, ഇടപാട് ബാത്തിലാകുന്നതാണ്. തൊട്ട് ശേഷം തൗഫീൽ പറയുന്നുണ്ട് വബാലഗാ ഫീ വസ്ഫിഹി, അതിൻ്റെ വസ്തു വല്ലാണ്ട് പറഞ്ഞു. ചില ആൾക്കാർക്ക് വണ്ടി നോക്കിയാൽ ചിലപ്പോൾ തിരിയണമെന്നില്ല, അതിനെക്കുറിച്ച് കുറേ കേൾക്കുമ്പോൾ ചിലപ്പോൾ തിരിയും. അപ്പോൾ ആ രൂപത്തിൽ ഒരുപാട് സിഫത്തുകൾ പറഞ്ഞു ഈ വണ്ടിയെക്കുറിച്ച്. എന്നാലും മുഅയ്യനായ വണ്ടിയാണോ നിങ്ങൾ ഇടപാട് നടത്തുന്നത് എങ്കിൽ അവിടെ എന്താണ്, റുഇയത്ത് നിർബന്ധമാണ്. എന്നാൽ ഇതിൻ്റെ മറുപുറമായി നാം ഒന്ന് മനസ്സിലാക്കണം, ഇങ്ങനെ മുഅയ്യനായ വണ്ടിയെ വിൽക്കുമ്പോൾ റുഇയത്ത് നിർബന്ധമാണ് എന്ന് ഷാഫി മദ്ഹബിലെ മുഅ്തമദുണ്ടെങ്കിലും ഷാഫി ഇമാമിനിക്ക് തന്നെ രണ്ടാം കൗൽ എന്ന നിലക്ക് അവിടെ മറ്റൊരു അഭിപ്രായം കൂടിയുണ്ട്. അങ്ങനെ ഔസാഫുകൾ നല്ലോണം മനസ്സിലാക്കിയാൽ മാത്രം മതി, അവിടെ എന്തില്ല, റുഇയത്ത് നിർബന്ധമില്ല എന്നും ഷാഫി ഇമാമിനിക്ക് രണ്ടാമതൊരു കൗലുണ്ട്. അത് പരിഗണിക്കാൻ പറ്റിയ കൗലാണ്, അതനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നതാണ്. ഈ കൗല് ഞാനിവിടെ പറയാൻ കാരണം, ഇന്ന് നമ്മുടെ നാട് കുറച്ചുകൂടി കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ബിസിനസ്സിൻ്റെ നല്ലൊരു ശതമാനം ഓൺലൈനിലേക്ക് മാറി വരുന്നൊരു സാഹചര്യം നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അങ്ങനെ ഓൺലൈൻ ബിസിനസ് വ്യാപിച്ചു വരുന്ന സമയത്ത് അവിടെ റുഇയത്തില്ലല്ലോ, അത് ബാത്തിലാണല്ലോ എന്നൊക്കെ പല ആൾക്കാർ പറയുമ്പോൾ അംഗീകാരമുള്ള അയിമ്മത്തുകളുടെ ഇത്തരം കൗലുകൾ നാം എപ്പോഴും മനസ്സിലാക്കി വെക്കണം. ആ സാഹചര്യത്തിൽ ഇത്തരം കൗലുകളെ കൊണ്ട് നാം ഇബാദത്തെടുക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇതാണ് മുഅയ്യനായ ബൈഇൽ പറയാനുള്ളത്. ഇനി അവസാനത്തത് ബൈഉൽ മൗസൂഫ് ബിദിമ്മ, അഥവാ ഇത് നമ്മൾ പറഞ്ഞത് മുഅയ്യനായ ഒരു വസ്തു ഇവിടെ ഉണ്ടല്ലോ നിശ്ചയിക്കപ്പെട്ടിട്ട്. ഇനി പറയാൻ പോകുന്നത് വസ്തുവിൻ്റെ സിഫത്ത് പറയൽ. ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്ക് ഇന്നാലിന്ന നിറമുള്ള, അതുപോലെ ഇന്നാലിന്ന ക്വാളിറ്റിയിൽ ഇന്നാലിന്ന പവറുള്ള ഈ വസ്തു എനിക്ക് വേണം, അങ്ങനെ ഒരു സിഫത്ത് പറഞ്ഞു. അപ്പോൾ ആ രൂപത്തിലാണ് മൂന്നാമത്തെ രൂപം വരുന്നത്. ഇവിടെ റുഇയത്ത് നിർബന്ധമില്ല, ഇവിടെ റുഇയത്ത് നിർബന്ധമായിട്ടൊന്നുമില്ല, നേരെ മറിച്ച് ഇത് സലമാവുന്നില്ല.
സലമാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. കാരണം സലമിൽ സലമ് സലഫ് എന്നുള്ള അതിൻ്റെ മുഅയ്യനായ സീഗ പറയണം. പക്ഷെ ഇവിടെ മൊത്തത്തിൽ ഇവിടെ ഒരു സീഗ നടക്കുന്നില്ല. എങ്കിലും സീഗ ഇല്ലാത്തതുകൊണ്ട് സലമാവാൻ യാതൊരു വഴിയുമില്ല. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ രൂപം. ഈ മൂന്നാമത്തെ രൂപത്തിൽ എന്തില്ല, റുഇയ്യത്ത് നിർബന്ധമില്ല. എങ്കിലും ഇവിടെ മജ്ലിസുൽ അഖ്ദ് അഥവാ നമ്മൾ മൊബൈലിലൂടെ ഓർഡർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലാപ്ടോപ്പിലൂടെ ഓർഡർ ചെയ്യുമ്പോൾ അതാണല്ലോ മജ്ലിസുൽ അഖ്ദ് ഓൺലൈനിലൂടെ. ആ മജ്ലിസുൽ അഖ്ദ് കഴിയുന്നതിന് മുമ്പായിട്ട് വില തഈനാക്കണം. അഥവാ വില തഈനാക്കിയാൽ മാത്രമേ അവിടെ ഇടപാട് സഹിയാവുകയുള്ളൂ. വില തഈനാക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു 500 രൂപയ്ക്ക് ഞാനിത് എടുക്കുന്നു അങ്ങനെ പറഞ്ഞാൽ പറ്റൂല. വിലയുടെ ജിൻസ് പറഞ്ഞിട്ട് കാര്യമില്ല. മറിച്ച് ഇന്ന പണം അഥവാ അയ്യക്കൂൽ അവന് പറയണം ബിഹാദ, ഇന്നതുകൊണ്ടാണ് ഞാൻ ഇതിനെ വാങ്ങുന്നത് എന്ന് പറഞ്ഞാലേ അവിടെ സഹിയാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ രക്ഷപ്പെടാനുള്ളൊരു മാർഗമായിട്ട് നമ്മുടെ അയിമ്മത്ത് പറഞ്ഞത്, നമ്മളിപ്പോഴത്തെ ഉലമാക്കൾ ചർച്ച ചെയ്ത വിഷയമാണല്ലോ. അപ്പോൾ അവർ പറഞ്ഞത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ ഈ മജ്ലിസുൽ അഖദിൽ നിന്നും പിന്നെ പിരിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ഈ ഒരു പ്രശ്നം വരാൻ കാരണം പിന്നെ 2 ജിഹത്തിൽ കൂടിയും ദൈനാകുമ്പോൾ അത് മൻഹി അനുഭവമാണല്ലോ. 2 ഭാഗത്ത് അഥവാ ഒരു ഭാഗത്ത് ഔസാഫ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ മബീൻ്റെ, അപ്പോൾ ആടെന്താവുന്നില്ല, തഈനാകുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് ദൈനായി. അതുപോലെ മറുഭാഗത്തും ഇന്ന പണം കൊണ്ടാണ് വാങ്ങുന്നത് എന്ന ഇത് പറയാത്തതുകൊണ്ട് 2 ഭാഗത്തും ദൈനായതുകൊണ്ട് അത് മൻഹി അനുഭവമാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമ്മുടെ അയിമ്മത്ത് ഇന്ന് പറഞ്ഞൊരു അഭിപ്രായം, നമ്മൾ ആ മജ്ലിസുൽ അഖദിൽ നിന്നും പിരിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും ആ കമ്പനിയിലേക്ക് എന്താക്കണം, ആ വില നമ്മൾ അയച്ചു കൊടുക്കണം. അങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ദിമ്മത്തിൽ നിന്നും അത് ഒഴിവായി. അപ്പോൾ അവിടെ എന്താകുന്നില്ല, 2 ജിഹത്തിലും എന്താകുന്നില്ല, ഈ ദൈനി വരുന്നില്ല എന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള ആലിമ്യങ്ങൾ ഫത്വ കൊടുത്തതായിട്ട് കാണാം. ഇനിയും ഓൺലൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന വിഷയങ്ങളായതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമ്മുടെ ഈ കാലഘട്ടത്തിൽ പല ആളുകളും കുടുങ്ങിപ്പോകുന്ന ഒരു വിഷയമുണ്ട്. അഥവാ ഇന്ന് ആധുനിക കാലത്ത് ഒരുപാട് ഇടപാടുകൾ വരുമ്പോൾ ഇന്ന് നമുക്കറിയാം നെറ്റ്വർക്ക് ബിസിനസ് ഒരുപാട് പറയാനുണ്ട്. അപ്പോൾ ഈ ചുരുങ്ങിയ വേളയിൽ വളരെ ചുരുങ്ങിയ രൂപത്തിൽ അവതരിപ്പിക്കും. നെറ്റ്വർക്ക് ബിസിനസ് നമുക്കറിയാം, ഇത് തിരുവനന്തപുരത്താണ് ആദ്യമായിട്ട് ഈ നെറ്റ്വർക്ക് ബിസിനസ് ആരംഭിച്ചത്. അങ്ങനെ നെറ്റ്വർക്ക് ബിസിനസ് ആരംഭിച്ച സമയത്ത് തന്നെ നമ്മുടെ സമസ്തയിലെ ഫത്വ കമ്മിറ്റിയിലേക്ക് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ പോയിട്ടുണ്ട്. ഇത് അനുവദനീയമാണോ, എന്താണ് ഇതിൻ്റെ കോലം, എന്താണ് ഇതിൻ്റെ മാനദണ്ഡം എന്ന രൂപത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കണം, നെറ്റ്വർക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ പല പേരുകളുണ്ടതിന്. നെറ്റ്വർക്ക് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ പോയിട്ട് ഒരു വില കൊടുക്കുകയാണ്, ഒരു പണം കൊടുത്ത് ഒരു വസ്തു വാങ്ങുന്നു. യഥാർത്ഥത്തിൽ കച്ചവടം എന്നുള്ളത് അവിടേക്ക് പൂർത്തിയാവേണ്ട ഒരു സംഭവമാണ്. പക്ഷെ ഇവിടെ എന്താകുന്നില്ല, കച്ചവടം പൂർത്തിയാകുന്നില്ല. നേരെ മറിച്ച് എൻ്റെ കീഴിൽ ഞാൻ ഒരു 5 പേരെ പിന്നെ കൊണ്ടുവരാണ്. അപ്പോൾ 5 പേരായി. ഈ 5 പേർ അവരുടെ കീഴിൽ പിന്നെയും 5 പേരെ കൊണ്ടുവന്നിട്ട് 25 പേരായി. ആ 25 പേർ അവരുടെ കീഴിൽ 25 പേരെ കൊണ്ടുവന്നിട്ട് 125 ആൾക്കാരായി. അങ്ങനെ ഈ ശൃംഖല ഇങ്ങനെ നീക്കൊണ്ടു പോകും. അപ്പോൾ ഈ ആളുകൾ ഇങ്ങനെ കൂടുന്തോറും ആദ്യം കൂടി ആ വ്യക്തിക്ക് ഇതിൽ നിന്നൊക്കെ എന്താകും, ഇങ്ങനെ പൈസ ഇങ്ങനെ കമ്മീഷനായി കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ മറ്റൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു കുട്ടിക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുത്തു 10 കുട്ടികൾക്ക്. അപ്പോൾ അവർ പിന്നെ ഒരു 10 കുട്ടികൾക്ക് പഠിപ്പിച്ചു. അങ്ങനെ അത് പരമ്പരയായിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കുന്ന ഇൽമിൻ്റെ ഒരു ഭാഗം എനിക്ക് കിട്ടുമല്ലോ. അത് ആഖിറത്തിലെ കൂലിയാണ്. അതേപോലെ ദുനിയാവിലുള്ള ഒരു കൂലിയാണ് ഇത്, ഈ ചങ്ങല ബിസിനസ്. അഥവാ എൻ്റെ കീഴിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ബിസിനസ്. അപ്പോൾ ആ ആളുകളൊക്കെ ഇങ്ങനെ കൂടുന്തോറും അതിൽ നിന്നൊക്കെ ഒരു ശതമാനം എൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഉലമാക്കൾ ചർച്ച ചെയ്തപ്പോൾ അവർ ഈ ഇടപാടിലേക്ക് മൊത്തത്തിൽ ഗസാലി ഇമാമിൻ്റെ പൊതുവായിട്ടുള്ള ഒരു നിയമമാണ് അവർ പറഞ്ഞത്. അഥവാ ഒരു കച്ചവടത്തിൻ്റെ കൂടെ മറ്റൊരു വ്യവസ്ഥയുണ്ടാവൽ, അഥവാ വ്യവസ്ഥാപിതമായ ഇടപാട്, അത്തരം ഇടപാടുകൾ ബാത്തിലാണ്. അതുകൊണ്ട് ഈ ഇടപാടെന്തല്ല, അത് സ്വഹിയാകുന്നതല്ല, അത് ഹറാമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോ ഇടപാടുകൾ നാം ചെയ്യുമ്പോൾ നാം വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ പണം കൊണ്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുമ്പോൾ നമ്മൾ ഭക്ഷണം ഹറാമായി കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൽ ഉണ്ടാകുന്നതായ
നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന എനർജി, ഹറാമിലൂടെ വളർന്ന ശരീരം അത് നരകമായി ഏറ്റവും ബന്ധപ്പെട്ടതാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് നമ്മൾ ഹറാമുകളും തെറ്റുകുറ്റങ്ങളും അതുപോലെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഭാഗം ഇത് ബിസിനസ്സിലൂടെ ഹറാമായ സമ്പാദ്യം നാം സമ്പാദിക്കുന്നുണ്ടോ എന്നൊക്കെ നാം മറുപുറത്ത് ശ്രദ്ധിക്കണം ഇൻഷാ അള്ളാഹ്. അതുപോലെ നല്ല നിലയ്ക്ക് നമ്മുടെ ശറഅ് കൽപ്പിച്ച നമ്മുടെ ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ടതായ രൂപത്തിലുള്ള ഇടപാടുകളിൽ മാത്രം ഏർപ്പെട്ടുകൊണ്ട് നാം ഓരോരുത്തരും നല്ല നിലക്ക് ജീവിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.